നമസ്കാരം. കളിച്ച് കളിച്ച് രേണു സുധി ഇതുവരെ പോകുമെന്ന് ആരും കരുതിയില്ല. കൊല്ലം സുധിയുടെ കുടുംബത്തിൽ നൽകിയ വീടിൽ സുധിലയം എന്നെഴുതിയ ബോർഡ് നീക്കം ചെയ്തിരിക്കുകയാണ് ഫിറോസ്. ബോർഡ് മാറ്റാനായി തന്റെ വർക്കേഴ്സിനെ ഫിറോസ് അയച്ചപ്പോൾ രേണുവിന്റെ പിതാവ് എതിർത്തിരുന്നു. ഏറെ നേരം വാശി പിടിക്കുകയും ചെയ്തു. അവസാനം സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സമ്മതം വാങ്ങിയ ശേഷമാണ് ബോർഡ് നീക്കം ചെയ്തതെന്ന് ഫിറോസ് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് ഫിറോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആ വീട്ടിൽ ഞങ്ങൾ ഒരു ബോർഡ് വെച്ചിരുന്നു. സുധിലയം ഗിഫ്റ്റഡ് ബൈ KHDEC എന്നാണ് അതിൽ എഴുതിയിരുന്നത്. രേണുവിന്റെ നിർബന്ധ പ്രകാരമാണ് അന്ന് ഞങ്ങൾ അങ്ങനെ ഒരു ബോർഡ് വെച്ചത്. നിങ്ങളുടെ ഒരു കയ്യൊപ്പ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അങ്ങനെ വെച്ചത്. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ബോർഡ് ഞങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളത് റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനായി വർക്കേഴ്സിനെ പറഞ്ഞയച്ചപ്പോൾ രേണുവിന്റെ പിതാവ് സമ്മതിച്ചില്ല. കിച്ചു സമ്മതിച്ചാൽ റിമൂവ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കിച്ചുവിനെ വിളിച്ച് സംസാരിച്ചു. ആ ബോർഡ് ചർച്ചാ വിഷയമാകുന്നുണ്ട്. അതിനാൽ അത് നീക്കം ചെയ്ത് സുധിലയം എന്ന് മാത്രം എഴുതിയ ബോർഡ് വെച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ കിച്ചു സമ്മതിച്ചു. അതുപോലെ രേണുവിനും കുടുംബത്തിനുമെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട്. എൻ്റെ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയതിന് എതിരെയുള്ള നിയമ നടപടി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും രേണു സുധി ഒരു മുട്ടൻ മണിയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കിച്ചു ബാധ്യതയുള്ളതാണെന്ന് രേണു പറഞ്ഞിരുന്നുവെന്നും പുള്ളിയുടെ ആത്മാവ് കോട്ടയത്തെ വീട്ടിലാവില്ല, കൊല്ലത്തെ സ്വന്തം കുടുംബ വീട്ടിലായിരിക്കുമെന്നും വീണ പറഞ്ഞതായും പറയുന്നുണ്ട്. വീണയും രേണു സുധിയും തമ്മിൽ ഒരുപാട് തർക്കങ്ങൾ കുറച്ച് നാളുകളായി നടക്കുകയാണ്. വീണ പറയുന്ന പ്രകാരം രേണു തൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നാണ് വീണ പറയുന്നത്. സുധിച്ചേട്ടനുമായി വേർപിരിയാൻ പ്രധാന കാരണം രേണു തന്നെയായിരുന്നുവെന്ന് മുൻഭാര്യ വീണ പറയുകയും ചെയ്തിരുന്നു. സുധിച്ചേട്ടന് മെസ്സേജ് അയക്കുന്നത് രേണുവാണെന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അവരയച്ച മെസ്സേജുകൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. കുടുംബം തകർക്കരുതെന്ന് പറഞ്ഞു. നിന്റെ കാര്യം നോക്ക്, കൂടുതലൊന്നും സംസാരിക്കേണ്ടതായിരുന്നു അതിന് രേണു അയച്ച മറുപടി. അതിനുശേഷം കുറെ വർഷങ്ങൾ കഴിഞ്ഞ് സുധിച്ചേട്ടൻ മരിക്കുന്നതിന് 1 വർഷം മുമ്പ് രേണുവിന് ഞാൻ മെസ്സേജ് അയച്ചു വിളിച്ചു. സുധിച്ചേട്ടനുമായി ബന്ധപ്പെട്ട പ്രശ്നം അറിയിക്കാനാണ് വിളിച്ചത്. അതിനുശേഷം രേണുവിന് മെസ്സേജ് അയച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. സുധിച്ചേട്ടൻ മരിക്കുന്നതിന് 1 മാസം മുമ്പ് കണ്ടിരുന്നുവെന്ന് പറയുന്നുണ്ട് വീണ.